ബാക്ക് ടു എംസ് വ്ലോഗ്സ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമിഴിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും, നല്ല ഡ്രൈ ചാപ്പിഡ് പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സ് ഒക്കെ ഉള്ളവർക്ക് കിടൽ റിസൾട്ട് തരുന്ന നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ല പെർഫോം തരുന്ന ലിപ് ബാംസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പ്രോബ്ലത്തിനനുസരിച്ച് നമുക്ക് ലിപ് ബാംസ് ഇപ്പോൾ സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ഇതിനെല്ലാം ഒരു പരിഹാരം തരുന്ന രീതിക്കുള്ള നല്ല ലിപ് ബാംസ് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് ശ്രുതി എന്നാണ്. നമ്മൾ ഇതുപോലെ ബ്യൂട്ടി ടിപ്സ്, ഡെയിലി വ്ലോഗ്സ് ഇതൊക്കെയാണ് കേട്ടോ ചാനലിൽ അപ്ലോഡ് ചെയ്യാറ്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ ഞാൻ ഫസ്റ്റ് എന്നെ പരിചയപ്പെടുത്താൻ പോകുന്നത് മാമ എർത്തിന്റെ ഈ ഒരു ടിന്റഡ് നാച്ചുറൽ ലിപ് ബാം ആണ് കേട്ടോ. ഇതാണ് മാമ എർത്തിന്റെ ലിപ് ബാം വന്നിട്ടുള്ളത്. ഈ ഒരു ലിപ് ബാം ടിന്റഡ് ആണ്, അതുപോലെ സ്ട്രോബെറി ഫ്ലേവേർഡ് ആണ് കേട്ടോ. ഇതിന്റെ ഒരു കളർ ഇതാണ് വന്നിട്ടുള്ളത്. ഞാൻ അത്യാവശ്യം ഇത് യൂസ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത്, ഒരു സ്ട്രോബെറി കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ചെറിയൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല് കൂടി ഇതിന് കേട്ടോ. സോ ഇതിൽ ഫ്രാഗ്രൻസ് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ ടിന്റഡും ആണ്. അപ്പൊ ഈ ഒരു ലിപ് ബാം നമുക്ക് അത്യാവശ്യം മോയ്സ്ചർ തരുന്നുണ്ട്. ഇത് വളരെ നമ്മുടെ ലിപ്പിനെ ഭയങ്കര കെയർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സ് ഒക്കെ ഉള്ളവർക്ക് പല റീസൺ കൊണ്ടാവും നമുക്ക് വന്നിട്ടുണ്ടാവുക. ജന്മന ഉള്ളതുണ്ടായിരിക്കാം, അതുപോലെ സൺ എക്സ്പോഷർ കാരണം കൂടിയിട്ടുണ്ടായിരിക്കാം പിഗ്മെന്റേഷൻ, സ്മോക്കിംഗ് കാരണം, അതുപോലെ നീ മെഡിസിൻ കഴിക്കുന്ന കാരണം, പിന്നെ വന്നിട്ട് നമ്മൾ ലിപ്സ്റ്റിക് ഡെയിലി അപ്ലൈ ചെയ്യുന്ന കാരണമൊക്കെ പിഗ്മെന്റേഷൻ കൂടിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഈ ലിപ്സ്റ്റിക് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് പകരം നിങ്ങൾക്കൊരു അത്യാവശ്യം ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ടിന്റഡ് ലിപ് ബാം ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. ഇത് അത്യാവശ്യം നമ്മുടെ ലിപ്പ് ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു ലിപ് ബാമിൽ ടിന്റ് ഉള്ള കാരണം ലിപ്സ്റ്റിക് ഇല്ലാണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു കളർ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു ഡേ ആണ് നമുക്ക് യൂസ് ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ളത്. കാരണം ടിന്റർ ലിപ് ബാംസ് അധികം നമ്മൾ നൈറ്റ് യൂസ് ആക്കാത്തതാണ് നല്ലത്. സോ നിങ്ങൾക്ക് ഡേ ടൈം നിങ്ങൾക്ക് ഒരു ലിപ്സ്റ്റിക്കിന് പകരമായിട്ടും അതുപോലെ ജസ്റ്റ് ഒന്ന് ഹൈഡ്രേഷൻ തരാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ആക്കാവുന്നതാണ്. ഒരുപാട് നമുക്ക് നല്ല സപ്പിളാക്കി നമ്മൾ ലിപ്പ് വെക്കുന്നൊന്നുമില്ല, പക്ഷെ അത്യാവശ്യം ഹവേഴ്സ് നമുക്കിത് ലിപ്പ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഡെയിലി ബേസിന് നമുക്കൊന്ന് ലിപ്സ്റ്റിക്കിന് പകരം അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് യൂസ് ആക്കാൻ ഇത് എന്തുകൊണ്ടും നല്ലതാണ്. അഫോർഡബിൾ ആണ്. ഒരു 199 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആ ഒരു റേഞ്ചിൽ നമുക്കിത് കിട്ടും കേട്ടോ. നമ്മൾ ലിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ കളർ തോന്നിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല കുറച്ചൊരു തിക്കാണ് കേട്ടോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് അല്ല. നമ്മൾ ചുണ്ടിൽ എന്തോ അപ്ലൈ ചെയ്തു എന്ന് നമുക്ക് തോന്നുന്ന രീതിക്ക് കുറച്ചൊരു തിക്കനായിട്ടുള്ളൊരു ടെക്സ്ചർ ആണ് ഇത് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വൺ വന്നിട്ടാണ് കേട്ടോ ഈ ഒരു ലിപ് ബാം വന്നിട്ട്. ഇത് വന്നിട്ട് ജ്യൂസി കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ബ്ലഡ് ഓറഞ്ച് ആൻഡ് റോസ് ഹിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ് ബാം അല്ലെങ്കിൽ ലിപ് മാസ്ക് എന്ന് പറയാം. കാരണം ആ ഒരു ടെക്സ്ചർ ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് നൈറ്റ് ടൈം ആണ് യൂസ് ആക്കാൻ നന്നായിട്ടിരിക്കുക. ഡേ ടൈം ഇത് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. കുറച്ചൊരു ഗീ ടെക്സ്ചർ ആണ് കേട്ടോ. കറക്റ്റ് ഒരു നെയ്യൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ടെക്സ്ചർ, ഒരു തരിപ്പുള്ള ഒരു ടൈപ്പ് ആണിത്. ഇത് ഞാൻ കംപ്ലീറ്റ് യൂസ് ആക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കംപ്ലീറ്റ് വൈപ്പ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ടൊരു കറക്റ്റ് ഒരു ഗീ ടെക്സ്ചർ ആണ്. ഇതിൽ അങ്ങനെ കാണുന്നില്ല. ജസ്റ്റ് ഒരു ഓയിൽ അപ്ലൈ ചെയ്താൽ നമ്മുടെ കറക്റ്റ് ഗീ നമ്മൾ അപ്ലൈ ചെയ്താൽ എങ്ങനെ അതുപോലെയാണ് കേട്ടോ. ഒരു ലെമൺ ഓറഞ്ചിന്റെ ഒക്കെ ഒരു ഫ്ലേവേർഡ് ആയിട്ടുള്ളതാണ് ഇതിൽ വന്നിട്ട്. പക്ഷെ ഇതിൽ അവർ ക്ലെയിം ചെയ്തിട്ടുണ്ട് ഇതിൽ അഡീഷണൽ ആയിട്ടുള്ള സിന്തറ്റിക് ഫ്രാഗ്രൻസ് ഓയിലൊന്നും യൂസ് ആക്കിയിട്ടില്ല. അതുപോലെ കളേഴ്സ് ഒന്നും അടങ്ങിയിട്ടൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. സോ ഇത് തീർത്തും ഓർഗാനിക് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണെന്നാണ് പറയുന്നത്. എനിക്കിത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് അപർണ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി റെക്കമെൻഡ് ചെയ്ത് കണ്ടിട്ടാണ് ഞാനിത് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. നൈറ്റ് ടൈം നമുക്കൊരു ലിപ് മാസ്ക് പോലെ ഒന്ന് നല്ല തിക്കായിട്ടൊന്ന് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റാണ്. ഡേ ടൈം എന്തായാലും നമുക്കിത് അങ്ങനെ വർക്ക് ആവില്ല കേട്ടോ. കാരണം ഒന്നാമത് വിറ്റമിൻ സി ആണ്. ഇതങ്ങനെ SPF ഒന്നും പറഞ്ഞിട്ടില്ല. സോ നമുക്ക് ഡേ ടൈം യൂസ് ആക്കാൻ ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല. അത് മാത്രമല്ല നമ്മൾ ലിപ്സ്റ്റിക് ഒന്നും വല്ലാണ്ട് ഗ്ലൈഡ് ആയി പോകില്ല കേട്ടോ. അതർവൈസ് നമുക്ക് നമ്മുടെ ചാപ്പിഡ് ലിപ്സ് ഒക്കെ ഒന്ന് സോഫ്റ്റൻ ആക്കാനും നമ്മുടെ പിഗ്മെന്റേഷൻ നന്നായിട്ട് റെഡ്യൂസ് ആക്കാനും ഈ ഒരെണ്ണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് 5 ഗ്രാം ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു 5 ഗ്രാമിന് 200 സംതിങ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളതാണ്
ഈ ഒരു ഡെർമാക്കോന്റെ കോജിക് ആസിഡ് ലിപ് ബാം വന്നിട്ട് ഇത് നമ്മുടെ ക്യാപ്സ്യൂൾ ആയിട്ടുള്ള ലിപ് ബാം ആയത് കാരണം നല്ല ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ കോജിക് ആസിഡ് നിങ്ങൾക്ക് അറിയാം നമ്മുടെ ലിപ്പ് അല്ലെങ്കിൽ നമ്മുടെ പിഗ്മെന്റേഷൻസ് ഒക്കെ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കോജിക് ആസിഡ്. സോ ഇത് നന്നായിട്ട് നമ്മുടെ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരെണ്ണമാണ് കേട്ടോ. ഇത് ഞാൻ കംപ്ലീറ്റ് യൂസ് ആക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് കളർലെസ് ആയിട്ടുള്ളത് ഒരു ലിപ് ബാം ആണ്. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് ഒരൊറ്റ സ്വാച്ച് നമ്മുടെ ലിപ്പിൽ കൊടുത്താൽ അത് അങ്ങനെ നിൽക്കില്ല, ഒരു 1-2 സ്വാച്ചസ് ആയിട്ട് കൊടുക്കുക. നമുക്കിത് SPF 30 ആണ് കേട്ടുള്ളത്. SPF 30 ഉണ്ട്. അത് കാരണം നമുക്ക് നൈറ്റ് ഇത് അങ്ങനെ യൂസ് ആക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. നമ്മൾ SPF ഉള്ളത് നൈറ്റ് അങ്ങനെ യൂസ് ആക്കാത്തതാണ് നല്ലത്. സോ നിങ്ങൾക്ക് ഡേ ടൈം ഇത് നന്നായിട്ട് യൂസ് ആക്കാം. നമുക്ക് സൺ എക്സ്പോഷറിനൊക്കെ നന്നായിട്ടൊരു പ്രൊട്ടക്ഷൻ കിട്ടും കേട്ടോ. സോ നിങ്ങൾ പിഗ്മെന്റഡ് ഉള്ളവരാണെങ്കിലും ഇനിയിപ്പോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു അഫോർഡബിൾ ലിപ് ബാം ആണ് ഇത്. 200 സംതിങ് 240 ആ റേഞ്ച് ആണ് ഇതിന്റെ എമൗണ്ട് വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് അത്യാവശ്യം നമ്മൾ ലിപ്പ് മോയ്സ്ചർ ചെയ്ത് വെക്കുന്നുണ്ട്. നല്ല ചാപ്പിഡ് ഡ്രൈ ലിപ്സുകാർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റിയതാണ്. ഞാൻ പറഞ്ഞ പോലെ 1-2 കോട്ടിംഗ് ഒന്ന് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നോൺ ടിൻഡഡ് ആണ്. സോ ആ ഒരു പ്രശ്നം ഇതിന് വരുന്നില്ല കേട്ടോ. അത് കാരണം നമുക്ക് ഡേ ടൈം യൂസ് ആക്കാൻ പറ്റിയ ഒരു ഒരു ചോയ്സ് ആണ് ഡെർമാക്കോന്റെ ഈ ഒരു ലിപ് ബാം വന്നിട്ട്. എൻ്റെ ഒരു ഫേവറേറ്റിൽ പെട്ട ലിപ് ബാം ആണ് കേട്ടോ ഇത് വന്നിട്ട്. സോ നിങ്ങൾക്ക് ഇതും യൂസ് ആക്കി നോക്കാവുന്നതാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളതാണ് ഈ ഒരു ലിപ് ബാം വന്നിട്ട്. ഇത് വിഷ് കെയറിന്റെ സെറാമൈഡ് ലിപ് ബാം ആണ് കേട്ടോ. ഇത് ടിൻഡഡ് ആണ് വന്നിട്ടുള്ളത്. ഇത് ടിൻഡഡ് അല്ലാത്തതും അവൈലബിൾ ആണ്. പ്ലെയിൻ ആയിട്ടുള്ള കളർലെസ് ആയിട്ടുള്ളത് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ടിൻഡഡ് ലിപ് ബാം ആണ് കേട്ടോ. അപ്പൊ ഇതും അത്യാവശ്യം ട്രെൻഡിങ് ആയി കൊണ്ടിരിക്കുന്ന ഒരു ലിപ് ബാം ആണ്. നല്ല റിസൾട്ട് പലർക്കും കിട്ടുന്നുണ്ട്. ഞാനിതാ യൂസ് ആക്കിയിട്ട് എനിക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വന്നിട്ടുള്ളത് സെറാമൈഡ്, കോജിക് ആസിഡ്, നിയാസിനമൈഡ് ആണ് കേട്ടോ. ഈ ഒരു 3 ഇൻഗ്രീഡിയന്റും നല്ലതാണ്. നമുക്ക് സെറാമൈഡ് വന്നിട്ട് നന്നായിട്ട് മോയ്സ്ചർ കീപ്പ് ചെയ്ത് നമുക്ക് നല്ല ഹൈഡ്രേഷൻ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കോജിക് ആസിഡ്, നിയാസിനമൈഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പിഗ്മെന്റേഷൻ നന്നായിട്ട് റെഡ്യൂസ് ചെയ്ത് ലിപ്പ് ലൈറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളൊരു പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്പ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് ചോയ്സ് തന്നെയായിരിക്കും വിഷ് കെയറിന്റെ ഈ ഒരെണ്ണം വന്നിട്ട്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 200 സംതിങ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ കളർ ഇതാണ്. ഇതൊരു വാട്ടർമെലൺ ഫ്ലേവേർഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ഒരു ചെറിയൊരു ടിൻഡഡ് നമുക്ക് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നമ്മൾ ലിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇതിൽ കൂടുതലായിട്ടുള്ള കളർ കാണുക കേട്ടോ. ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ളതാണ്. ഒരുപാട് അങ്ങനെ തിക്കായിട്ടുള്ള ലിപ് ബാം ഒന്നുമല്ല, ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നമുക്കൊരു 1-2 സ്പാച്ചസ് കൊടുത്താൽ മതിയായിരിക്കും. പിന്നെ ഇതിലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് SPF 50 ആണ് കേട്ടോ. SPF 50 ഉണ്ട്. അത് മാത്രമല്ല PA++ ഉണ്ട് കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ തരുന്നൊരു ലിപ് ബാം ആണ്. ഡേ ടൈമാണ് നിങ്ങൾ യൂസ് ആക്കേണ്ടത്. നൈറ്റ് ടൈമിലേക്ക് ഇതിന്റെ പ്ലെയിൻ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആക്കാം കേട്ടോ. നൈറ്റ് ടൈമിൽ യൂസ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാം. ഡേ ടൈം ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ടിൻഡഡ് വാങ്ങിയാലും കുഴപ്പമില്ല കേട്ടോ. നല്ല പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം ലിപ്പ് നന്നായിട്ട് ലൈറ്റനിങ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ എന്തുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ നന്നായിരിക്കും. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 2 ലിപ് ബാം ആണ്. ഒന്ന് സെബാമെഡിന്റെ SPF 30 വരുന്ന ലിപ് ബാം ആണ്. അത് അത്യാവശ്യം നല്ല ഹൈഡ്രേറ്റിംഗ് തരുന്നുണ്ട്. നമുക്ക് ഡെയിലി യൂസിനാണെന്നുണ്ടെങ്കിൽ ഡേ ടൈം യൂസ് ആക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നല്ല പ്രൊട്ടക്ഷൻ തരുന്ന ഒരെണ്ണമാണ്. പിന്നെ വന്നിട്ടുള്ളതാണ് ഡീകൺസ്ട്രക്റ്റിന്റെ ഇപ്പൊ നല്ല ട്രെൻഡിങ് ആയിട്ട് ഒത്തിരി പേര് വാങ്ങിയിട്ട് നല്ല റിവ്യൂ പറയുന്നതാണ് ഡീകൺസ്ട്രക്റ്റിന്റെ ലിപ് ബാം വന്നിട്ട്. ആ ഒരു ലിപ് ബാം നമുക്ക് നൈറ്റ് ടൈമും വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതിലെ ഇൻഗ്രീഡിയന്റ് വന്നിട്ട് ഹൈലറോണിക് ആസിഡ്, അതുപോലെ തന്നെ കാപ്വാക്ക ബട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ. അപ്പൊ ഈ 2 വന്നിട്ട് നന്നായിട്ട് നമ്മുടെ ചാപ്പിഡ് ലിപ്സും ഡ്രൈ ലിപ്സും ഒക്കെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ പിഗ്മെന്റേഷൻ നന്നായിട്ട് ലൈറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതൊരു 180 സംതിങ് ആ റേഞ്ചിലാണ് ആ ഒരു ലിപ് ബാം വന്നിട്ടുള്ളത്. സെബാമെഡ് വന്നിട്ട് 400 സംതിങ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരെണ്ണത്തിലും ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. അപ്പൊ എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വിഷ് കെയറിന്റെതും അതുപോലെ തന്നെ ഡീകൺസ്ട്രക്റ്റിന്റെ ലിപ് ബാം ആണ് കേട്ടോ. സോ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒരെണ്ണം വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതാണ്. അപ്പൊ നിങ്ങൾ കറന്റ്ലി ഏത് ലിപ് ബാം ആണ് യൂസ് ആക്കുന്നത് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിലായിട്ട് സജസ്റ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടും കൂടെ അതിൽ പറയാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.